നമസ്കാരം സുഹൃത്തുക്കളെ. മോദിയുടെ കീഴിൽ ഇന്ത്യയുടെ അവസ്ഥ ചരിത്രത്തിലെ ഏറ്റവും ദയനീയ നിലവാരത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് വിവേകമുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ വിദേശ രാജ്യങ്ങളും ആയുള്ള ഇന്ത്യയുടെ ബന്ധം ഇതുപോലെ വഷളായ ഒരു കാലഘട്ടം ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത നമ്മുടെ വിദേശ ബന്ധങ്ങളുടെ പൂർണ്ണ തകർച്ചയുടെ കഥയാണ് കാണിക്കുന്നത്. തീവ്രവാദ രാജ്യം പാകിസ്ഥാന്റെ ആർമി ചീഫ് അസിം മുനീറുമായി ട്രംപ് ജൂൺ 18 ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് വാർത്ത വന്നിരുന്നു ട്രംപ് മുനീറിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു എന്ന്. അപ്പോൾ ഇന്ത്യയിലെ ഗോദി മീഡിയകളും BJPയുടെ ഫേക്ക് ന്യൂസ് ഫാക്ടറി വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയും പ്രചരിപ്പിച്ചത് അത് ഫേക്ക് ന്യൂസ് ആണ്, ട്രംപ് മുനീറിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ്. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉണ്ടാക്കിയ ഫേക്ക് ന്യൂസ് ആണ് അത് എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ ട്രംപും മുനീറും വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. മുനീറുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് തന്നെ മോദിയെയും അമേരിക്കയിലേക്ക് വരാൻ ട്രംപുമായുള്ള മോദിയുടെ ഫോൺ സംഭാഷണത്തിനിടയ്ക്ക് ട്രംപ് ക്ഷണിച്ചു എന്ന് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്രി 17 ചൊവ്വാഴ്ച ഇന്ത്യക്കാരെ അറിയിച്ചിരുന്നു. അതിനുശേഷം 18 രാവിലെയാണ് മുനീറിനെ ക്ഷണിച്ചതിനെക്കുറിച്ച് അമേരിക്കൻ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത്, with the Pakistani Army Chief of Staff. What are you looking forward to achieving diplomatically? Well, I stopped a war between Pakistan. I love Pakistan. I think Modi is a fantastic man. താൻ പാകിസ്ഥാനെ അതിയായി സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം താൻ നിർത്തിവെപ്പിച്ചു എന്നൊക്കെയാണ്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചഭക്ഷണത്തിന്റെ കൂടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാന്റെ ആർമി ചീഫ് അസിം മുനീറുമായി വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. ട്രംപിന്റെ 18 ആ പരിപാടികളുടെ ഔദ്യോഗിക ലിസ്റ്റ് ആണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നു, 1 മണിക്ക് പ്രസിഡന്റ് പാകിസ്ഥാന്റെ ആർമി ചീഫുമായി ക്യാബിനറ്റ് റൂമിൽ വെച്ച് ഉച്ചഭക്ഷണം കഴിക്കുന്നു. അത് അടച്ചിട്ട മുറിയിൽ വെച്ചാണ് നടത്തുന്നത്. മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഇല്ല എന്ന്. ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് കണ്ടോ, ക്ലോസ്ഡ് പ്രസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെയും ട്രംപിന്റെ ഔദ്യോഗിക പരിപാടികൾ കാണിച്ചിരിക്കുന്നു. 1 മണിക്ക് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഓഫ് ദി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനുമായി പ്രസിഡന്റ് ലഞ്ച് കഴിക്കും എന്ന്. വൈറ്റ് ഹൗസിലെ ക്യാബിനറ്റ് റൂമിൽ വെച്ച് പത്രലേഖകരുടെ സാന്നിധ്യം ഇല്ലാതെ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് US ആർമി ചീഫ് ജനറൽ മൈക്കിൾ കൂറിലെ ഇതേ പാകിസ്ഥാന്റെ ആർമി ചീഫിനെ വിശേഷിപ്പിച്ചത് ഒരു ഫിനോമിനൽ പാർട്ണർ എന്നാണ്. അതും തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിലമതിക്കാനാവാത്ത പാർട്ണറാണ് തീവ്രവാദ രാജ്യം പാകിസ്ഥാന്റെ ആർമി ചീഫ് എന്ന് അമേരിക്കൻ ആർമി ചീഫ് പറയുക എന്ന് വെച്ചാൽ എത്ര ദയനീയമാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി എന്ന് ഓർക്കണം. പാകിസ്ഥാൻ തീവ്രവാദികൾ അതിർത്തി കടന്നുവന്ന് 26 നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവനാണ് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ കവർന്നെടുത്തത്. അങ്ങനെയുള്ള രാജ്യത്തെ ആർമി ചീഫിനെ ഫിനോമിനൽ പാർട്ണർ എന്ന് അമേരിക്കയുടെ ആർമി ചീഫ് വിശേഷിപ്പിക്കുക, അതും പാകിസ്ഥാന്റെ തീവ്രവാദ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയതിനു ശേഷം. ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെയേറെ മാധ്യമങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന വാർത്ത കണ്ടോ? ഇതിൽ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, മൈക്കിൾ കൂറില്ല പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് തീവ്രവാദ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അവർ ഒരു ഫിനോമിനൽ പാർട്ണർ ആണ് എന്ന് അമേരിക്കയുടെ ഹൗസിന്റെ സർവീസസ് കമ്മിറ്റിയുടെ മുൻപിൽ ടെസ്റ്റിഫൈ ചെയ്യുമ്പോഴാണ് ജൂൺ 11 പാകിസ്ഥാന്റെ ആർമി ചീഫിനെ കുറിച്ച് ഇങ്ങനെ അമേരിക്കൻ ആർമി ചീഫ് പറയുന്നത്. ഇന്ത്യ ടുഡേയുടെ ഈ വാർത്തയിലും അതുതന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാ തരത്തിലും രാജ്യം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആർമി ചീഫുമായി അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായാണ് കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ ഓർക്കാമായിരുന്നു. പക്ഷെ ഇത് അതല്ല, അവരുടെ ആർമി ചീഫുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നു. അതും പത്രക്കാർക്ക് പ്രവേശനം ഇല്ലാത്ത ഒരു പരിപാടിയിൽ. കഴിഞ്ഞ ദിവസം G7 പങ്കെടുക്കാൻ മോദി ചെന്നപ്പോൾ G7 എല്ലാം നിന്നുള്ള ചിത്രത്തിൽ മോദിയുടെ സ്ഥാനം എവിടെയാണ് എന്ന് കണ്ടോ? പിൻനിരയിൽ ഏതാണ്ട് അവസാന ഭാഗത്താണ്. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയും ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 1/5 ആളുകൾ വസിക്കുന്നതുമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സ്ഥാനം നൽകിയത്. വളരെ ചെറിയ രാജ്യങ്ങളായ യുക്രൈനിന്റെ പ്രസിഡന്റ് സെലൻസ്കിയും മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലൗഡിയ ഷൈൻബാമും
ബ്രസീലിന്റെ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല ദെ സിൽവയും മുൻനിരയിൽ മധ്യത്തിലായി ഇടം പിടിച്ചിരിക്കുകയാണ്. ചിത്രത്തിൽ നോക്കുമ്പോൾ കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് കാർണിയുടെ വലതുവശത്ത് നിൽക്കുന്നത് സെലൻസ്കിയും സെലൻസ്കിയുടെ വലതുവശത്ത് നിൽക്കുന്നത് ബ്രസീലിയൻ പ്രസിഡന്റുമാണ്. അതുപോലെ ചിത്രത്തിൽ നോക്കുമ്പോൾ കാർണിയുടെ ഇടതുവശത്ത് നിൽക്കുന്ന മാക്രോണിന്റെ സമീപം ആയാണ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷൈൻബാം നിൽക്കുന്നത്. എന്നാൽ പിന്നീട് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയുടെ വലതുവശത്ത് ഏതാണ്ട് അവസാനമായിട്ടാണ് മോദിക്ക് സ്ഥാനം നൽകിയത്. ഇതെല്ലാം കാണിക്കുന്നത് മോദിയുടെ പിടിപ്പുകേട് കാരണം രാജ്യത്തിന് ഉണ്ടായിരിക്കുന്ന ഇന്റർനാഷണൽ നാണക്കേടാണ്, ഇന്റർനാഷണൽ അവഗണനയാണ്. ഇവിടെ ഇന്ത്യ ടുഡേയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഗ്ലോബൽ ടെൻഷന്റെ ഇടയിൽ ട്രംപ് പാകിസ്ഥാന്റെ ആർമി ചീഫുമായി അപ്പം മുറിക്കുന്നു. പാകിസ്ഥാന്റെ ആർമി ചീഫിന് വൈറ്റ് ഹൗസിൽ വെച്ച് പ്രൈവറ്റ് ലഞ്ച് നൽകുന്നു. മാന്യമായി പത്രപ്രവർത്തനം നടത്തുന്ന ഇന്ത്യ ടുഡേയുടെ രാജദീപ് സർദേശായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായി അരമണിക്കൂർ ഫോണിൽ സംസാരിക്കുകയും ട്രംപ് മോദിയെ തിരിച്ചുള്ള യാത്രയിൽ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ മോദി അത് നിരസിക്കുകയും ചെയ്തു. അതേസമയം ഊഹിക്കാമോ ആരെയാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് ഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുന്നത് എന്ന്? പാകിസ്ഥാന്റെ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷലിനെ തന്നെയാണ്. ന്യൂഡൽഹി സന്തോഷത്തിലാണ്, പാകിസ്ഥാൻ സന്തോഷത്തിലാണ്. പക്ഷേ അവസാന ചിരി ഡീൽ മേക്കർ ട്രംപിനാണ് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം തീവ്രവാദം സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളെ വരവേൽക്കുന്ന ട്രംപിനെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ ആവുക? വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. മോദിക്ക് പരസ്യമായി പറയാനാവുമോ ഇന്ത്യയുടെ സ്വയം തീരുമാനത്തിലാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത് എന്ന് ഞാൻ ട്രംപിനോട് പറഞ്ഞു എന്ന്? മോദിയുടെ ബിസ്ക്കറ്റ് തീനികളായ ഇന്ത്യയിലെ ഗോദി മീഡിയ മാധ്യമപ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് മോദിയോട് ചോദ്യം ചോദിക്കാൻ നട്ടല്ല ഉണ്ടാവുമോ? ഇങ്ങനെ ജനങ്ങളോട് നെഞ്ചു വിരിച്ചു പറയാൻ മോദിക്ക് നട്ടല്ല ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടുകൊള്ളൂ. मोदी जी, आप हिंदुस्तान की उन बेटियों से क्या कहिएगा जिनके सिंदूर को उजाड़ने वाला आज आपके दोस्त डोनाल्ड ट्रंप के घर में बैठकर दावत उड़ाने जा रहा है? आप क्या कहिएगा उन लोगों से जिनके परिवार खत्म हो गए, जिनका सुहाग उजड़ गया, कि उनके सुहाग को उजाड़ने वाला असीम मुनीर को आज डोनाल्ड ट्रंप ने अपने घर में दावत पर बुलाया है. वो मुर्ग मुसल्लम उड़ाएगा और जो आतंक उसने फैलाया उसमें हमारे लोगों की शहादत हुई. മോദി, നിങ്ങളുടെ സുഹൃത്ത് ഡൊണാൾഡ് ട്രംപ് ഇന്ന് തന്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ചത് പഹൽഗാമിൽ പെൺകുട്ടികളുടെ സിന്ദൂരം നശിപ്പിച്ചവനെ ആണെന്ന് നിങ്ങൾ ആ പെൺകുട്ടികളോട് പറയുമോ? കുടുംബങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി സ്ത്രീകളുടെ ജീവിതം തകർത്ത അസീം മുനീറിനെയാണ് ട്രംപ് ഇന്ന് വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ചത്. അവൻ അവിടെ ഇരുന്ന് മൂക്കറ്റം ഭക്ഷണം ആസ്വദിക്കും. അവൻ സൃഷ്ടിച്ച ഭീകരതയിൽ നമ്മുടെ പലരുടെയും ജീവൻ പോയി. असीम मुनीर कहने को तो पाकिस्तानी सेना का अध्यक्ष है, लेकिन वो है एक नंबर का आतंकी. पाकिस्तान की सेना की वर्दी में घूमता है और अब आपके मित्र डोनाल्ड ट्रंप उसको अपने घर में बुलाकर निजी दावत दे रहे हैं. അസീം മുനീർ പറയുമ്പോൾ പാകിസ്ഥാൻ സേനയുടെ മേധാവിയാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ഒരു ഭീകരവാദിയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വേഷത്തിൽ അയാൾ ഭീകരപ്രവർത്തനം നടത്തുന്നതിനായി ചുറ്റി നടക്കുന്നു. അതുപോലെയുള്ളവനെയാണ് ഇന്ന് നിങ്ങളുടെ സുഹൃത്ത് ട്രംപ് തന്റെ വീട്ടിൽ അതിഥിയാക്കി സ്വകാര്യ വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് മോദിയുടെ കീഴിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. പഹൽഗാമിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച തീവ്രവാദികളെ 2 മാസം ആയിട്ടും പിടിക്കാനോ എവിടെയെന്ന് കണ്ടുപിടിക്കാനോ മോദിക്കും കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ പഹൽഗാം ഉൾപ്പെടെയുള്ള നിരവധി ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന പാകിസ്ഥാന്റെ ആർമി ചീഫിനെ മോദി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വിളിക്കുന്ന അന്ധഭക്തരുടെ തന്തയായ ട്രംപ് സ്വകാര്യ വിരുന്നൊരുക്കി സ്വീകരിക്കുന്നു. അതും പഹൽഗാമിൽ ഇത്ര വലിയ ക്രൂരമായ തീവ്രവാദ ആക്രമണം നടത്തിയതിനു ശേഷം. രാജ്യത്തിന്റെ അവസ്ഥ ഏത് രീതിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കാനേ ആവുന്നില്ല. 11 വർഷത്തെ മോദി ഭരണം രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും പരിപൂർണമായി തകർക്കുക മാത്രമല്ല, ലോക രാജ്യങ്ങളുടെ മുൻപിൽ ഇന്ത്യയെ വെറുമൊരു ലാഫിംഗ് സ്റ്റോക്ക് ആക്കി മാറ്റിയിരിക്കുകയും കൂടിയാണ്. എന്നിട്ടും ഒരൊറ്റ മന്ദഭക്തന് പോലും ഇതുവരെയും വെളിവ് വെച്ചിട്ടില്ല, വെക്കുകയുമില്ല എന്നുള്ളതാണ് വലിയ ദുഃഖകരമായ സത്യം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?